അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് ഞങ്ങളുടെ കിടങ്ങരായ്മ ഞങ്ങളെ കാത്തു. എൻ്റെ കുഞ്ഞിനൊരാപത്തും വന്നില്ലല്ലോ. ഞാൻ കയറി ചവിട്ടിയപ്പോഴാണ് കണ്ടത്. പെട്ടെന്ന് ഒച്ചയും വെച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് മുറിക്കകത്തോട്ട് ഓടിപ്പോയി. ഇത് പുറകെ വന്ന് 3 പ്രാവശ്യം മുറിക്കകത്ത് കയറാൻ നോക്കി. അപ്പം എൻ്റെ ഒച്ച കേട്ട് ഇത് 3ാമത്തെ പ്രാവശ്യം കട്ടിൻ്റെ അടിയിലോട്ട് കയറി. ഇപ്പം 2ാമത്തെ വരെ വയ്യ പാമ്പ്. നമസ്കാരം. വീട്ടിനുള്ളിൽ അലമാരക്കിടയിൽ രാജവെമ്പാല. മുണ്ടക്കയം കോരുത്തോട് കൊമ്പുകുത്തിയിലെ മൂത്തശ്ശേരിയിൽ സത്യൻ്റെ വീട്ടിലാണ് രാജവെമ്പാലയെ കണ്ടത്. വനം വകുപ്പ് എത്തി രാജവെമ്പാലയെ പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഈ വീട്ടിലെ മകളായ ശ്രുതി മാത്രമായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഇപ്പോൾ ശ്രുതിയും അമ്മയും എനിക്കൊപ്പം ചേരുകയാണ്. ശ്രുതി തനിച്ചുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇത് കാണുന്നത് അല്ലേ? ഞാൻ വെളിയിൽ നിന്ന് അകത്ത് കയറിയപ്പോഴേ ഈ സാധനത്തെ കണ്ടില്ല. ഞാൻ കയറി ചവിട്ടിയപ്പോഴാണ് കണ്ടത്. പെട്ടെന്ന് ഒച്ചയും വെച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് മുറിക്കകത്തോട്ട് ഓടിപ്പോയി. അറിയാതെ കയറി ചവിട്ടിയതാ. ഇതൊന്നും ഇല്ലായിരുന്നല്ലോ അവിടെ. അപ്പത്തേനും കയറി ചവിട്ടി അറിയാതെ. അപ്പോഴാ ഒച്ച കേട്ടപ്പോഴാ പെട്ടെന്ന് ചാടി ഓടി മുറിക്കകത്തോട്ട് കയറിപ്പോയത്. ഹാളിലായിരുന്നു ഇത്. ഇത് കഥകിന്റെ ഇവിടെ കിടക്കുവായിരുന്നു. ഞാൻ കണ്ടില്ല, സത്യം പറഞ്ഞാൽ കാണാത്തോണ്ട് കയറി ഫോൺ എടുക്കാന്ന് പറഞ്ഞാൽ കയറി ചവിട്ടിയത് അറിയാതെ ചവിട്ടിയപ്പോൾ ഇതിന്റെ വാലല്ലായി പോയി. പെട്ടെന്ന് ഇത് ചീറ്റുകയും ചെയ്യാൻ ഓടി മുറിക്കകത്ത് കയറുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുറകെ വന്ന് 3 പ്രാവശ്യം മുറിക്കകത്ത് കയറാൻ നോക്കി. അപ്പം എൻ്റെ ഒച്ച കേട്ട് ഇത് 3ാമത്തെ പ്രാവശ്യം കട്ടിൻ്റെ അടിയിലോട്ട് കയറി. അപ്പം ഞാൻ ചോടി വെളിയിലോട്ട് ചാടി. ചീറ്റി എൻ്റെ വന്നത് നേരോട്ട് ബാത്റൂമിൽ കയറാൻ നോക്കിയതാ. പക്ഷെ പറ്റിയില്ല അതിന്. അപ്പോൾ ഞാൻ എൻ്റെ മുറിക്കകത്തോട്ട് കയറി. ഭയങ്കര പേടിച്ച് ചീറ്റി വരുമായിരുന്നു. ഞാനോർത്ത് ചെറുതായിരിക്കും. പുള്ളിയെല്ലാം വന്നപ്പോൾ പറഞ്ഞു ഭയങ്കര വലിയ സാധനമാ, നീ സൂക്ഷിച്ച് നിൽക്ക് എന്നും പറഞ്ഞത്. പെട്ടെന്ന് കട്ടിൻ്റെ അടിയിലോട്ട് കയറിയപ്പോൾ ഞാൻ വെളിയിലോട്ട് ചാടി ഇറങ്ങി. എന്നിട്ട് അമ്മേനെയൊക്കെ വിളിച്ചു വരുത്തുമായിരുന്നു ചെയ്തത്. അലമാരിക്കകത്ത് കയറി. പിന്നെ അലമാരി എല്ലാം പുറത്ത് വലിച്ചിറക്കി എന്നെ എടുത്തത്. ഒരു കൊത്താഞ്ഞത് ഭാഗ്യം. വലിയൊരു ഭാഗ്യമാണ്. പെട്ടെന്ന് ഈ ശ്രുതിയുടെ നേരെ ഇത് വന്നു. പുറകിന് വന്നത്. ഞാൻ ഓടി മുറിക്കകത്ത് കയറിയപ്പോൾ ഇത് 3 പ്രാവശ്യം എൻ്റെ കൂടെ പെരക്കകത്ത് കയറാൻ നോക്കി. അപ്പോൾ പറ്റി. ഞാൻ എൻ്റെ ഒച്ച കാട്ടപ്പോൾ ഇത് വെളിയിലോട്ട് ഇറങ്ങിപ്പോയിട്ട് പിന്നെയും കയറി വന്ന കട്ടിലിൻ്റെ അടിയിലോട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞ് പെട്ടെന്ന് വെളിയിലോട്ട് ചാടിക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വെളിയിലോട്ട് ചാടിയതാ. പേടിയായിരുന്നു, നല്ല പേടിയായിരുന്നു. കൈയും കാലൊക്കെ വിറച്ച്. അമ്മ ഇവിടെ ഇന്നലെ സമയത്തില്ലായിരുന്നില്ല. ഞാൻ കപ്പവാട്ടാൻ പോയിരിക്കുകയായിരുന്നു. അപ്പം എന്നെ കൊച്ചു വിളിച്ചു വരുത്തുമായിരുന്നു. അപ്പോൾ അതിനോട്ടിടയ്ക്ക് ഇവിടെ നമ്മുടെ ഈ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ വന്നു. അത് കഴിഞ്ഞ് ഇവർ വന്നു. അവർ വന്ന ഉടനെ ഇതിനോട് ഇറങ്ങാൻ പറഞ്ഞു. എങ്ങനെ ഇറങ്ങാനും ഇത് പേടിച്ച് വിറച്ചിരിക്കുമല്ലേ. പിന്നെ ആ ചേട്ടൻ വന്ന് നോക്കിയപ്പോഴത്തേനും അകത്ത് ബാത്റൂമുണ്ട്. ആ ബാത്റൂമിൻ്റെ അവിടെ ഈ ചേട്ടൻ്റെ നേരെ പത്തിയും പിരിച്ച് നിൽക്കുവാന്ന് പറഞ്ഞ് ചീറ്റിക്കൊണ്ട്. അതുകൊണ്ട് ആ ചേട്ടൻ പേടിച്ച് പുറകോട്ട് മാറി മുറ്റത്തിറങ്ങി നിന്ന് ഈ കൊച്ചിനോട് ഇറങ്ങുമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ കൊച്ച് കട്ടിലിനടിയിലേക്ക് പാമ്പ് കയറിയ ശേഷം ഈ കൊച്ച് വെളിയിലേക്ക് ചാടുമായിരുന്നു. പെരക്കകത്തേക്ക് ചാടി ഇറങ്ങി വരുമായിരുന്നു. ഞാൻ വന്നപ്പോൾ ഇവിടെ ആളുകളെല്ലാം ഉണ്ട്. പിന്നെ ഇവർ പോർച്ചുകാരെ വിളിച്ചു. അവർ വന്ന് അതിനെ പിടിച്ച്. അലമാരിക്ക് അടിയിലേക്ക് കയറിയ പാമ്പിനെ ഞാൻ പറഞ്ഞ അലമാരി മറിച്ചിടാൻ പറഞ്ഞ്. അപ്പോൾ അവർക്ക് അവിടെ വെച്ച് പാമ്പിനെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് വെളിയിലേക്ക് എടുത്തിട്ട് പാമ്പിനെ വലിച്ചെടുക്കുക ചെയ്തേ. ഈ മേഖലയിൽ ഇങ്ങനെ ഈ ഇഴജന്തുക്കളുടെ ശല്യം ഉള്ളതാണോ? ഉള്ളതാ. നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആനയുണ്ട്. ഇപ്പം 2ാമത്തെ വരെ വയ്യ പാമ്പ്. ഇതിന് ആന 2 പ്രാവശ്യം ഇവിടെ വന്നു. 2 ആഴ്ചക്ക് മുന്നേ ആന നമ്മുടെ പറമ്പിൽ വന്നു. അങ്ങനെ ആ കൊച്ചു ആനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു. വേസ്റ്റ് കളയാൻ അങ്ങോട്ട് പോയതാ. പെരയുടെ പുറകിൽ തന്നെ ആന നിന്ന് 2 പ്രാവശ്യം വന്ന. അത് കഴിഞ്ഞ് ഇപ്പം ഈ ആഴ്ച ഇത് നമ്മുടെ ഈ കിടങ്ങ് കുത്തിയിട്ടുണ്ട്. ആ കിടങ്ങിനകത്തൂടെ നിരങ്ങി ഇറങ്ങും ആന. വലിയ ഈ രാജവെമ്പാലയൊക്കെ ഇങ്ങനെ വനവാസ മേഖലയൊക്കെ നിങ്ങൾ കണ്ട ആദ്യമാണോ? ആദ്യമായിട്ട് കാണുന്നത്. ആദ്യമായിട്ട്. ചെറിയ പാമ്പുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ പാമ്പുകളെയൊക്കെ ആദ്യമായിട്ട് കാണുന്ന. എന്നാലും ഇപ്പൊ ഫോറസ്റ്റുകാരൊക്കെ വന്ന് പിടികൂടിയല്ലോ, അവരെന്ത് പറഞ്ഞു? അതെ, ഫോറസ്റ്റുകാരൊക്കെ വന്നു. അവരെ വിളിച്ച ഉടനെ അവർ ഓടി വരും. ആനയാണെന്ന് പറഞ്ഞാലും പാമ്പാണെന്ന് പറഞ്ഞാലും അവരെ വിളിച്ച ഉടനെ അവർ ഓടി വരും. നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എളുപ്പം സാറിനെ അങ്ങ് വിളിച്ചു. സാറേ, ഇവിടെ ഒരു പാമ്പ് വരയ്ക്കകത്ത് കയറിയിരിക്കുക, ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ, വേഗം ഇവിടെ വന്നെത്തണം എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ അവർ എത്രയും വേഗം വരാൻ വഴി തെറ്റി. എന്നാലും ഞാൻ മടുക്കെ വന്നിട്ട് വേഗം കൊമ്പൂതി കളർ ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ മുറ്റത്ത് നിൽക്കുക, അതിൽ ഇറങ്ങി പോയിട്ടില്ല, ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് നോക്കണമെന്നും പറഞ്ഞ് അവർ ആ പറഞ്ഞു തീരുന്നതിന് ശക്കലം കഴിയുമ്പോൾ ഇവിടെ വന്നു. അതിനെ പിടിക്കുകയും ചെയ്തു. അലമാരിക്കടെ കയറി ആ കാട്ടിൻ്റെ അടി കിടക്കുന്ന ഞങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ അലമാരിക്ക് ഇടയ്ക്കോട്ട് കയറി. അവർ വന്നപ്പോൾ അലമാരിയുടെ ഇടയ്ക്ക് കയറി.
അന്നേരം അവർ അലമാരി എടുത്ത് വെളിയിലിറങ്ങി കൊണ്ടുവന്ന് അതിനെ എടുത്തു, മുറ്റത്തിട്ട് എല്ലാവരും കാണുകയും ചെയ്ത് അവർ ഫോട്ടോ എടുത്തു, എല്ലാം പാക്ക് ചെയ്ത് അവർ കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനെ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്ന ഈ പാമ്പിനെ. ഇത് കൊച്ചിൻ്റെ പുറകെ ഈ ഒച്ച കേട്ടോണ്ട് ഇത് പോയ പുറകെ തന്നെ ഓടി, ഇത് ഓടിയ പുറകെ തന്നെ ഈ പാമ്പും പുറകെ ചെല്ലുമായിരുന്നു ചീറ്റിക്കൊണ്ട്. ഇത് ചവിട്ടിയപ്പം ഇത് നേരെ എങ്ങനെയാ തിരിഞ്ഞോ? കറങ്ങി വന്ന് പത്തിയും വിടർത്തോണ്ട് എൻ്റെ പുറകിന് വന്നത്. ആദ്യം 3 പ്രാവശ്യം വന്ന് 3ാമത്തെ പ്രാവശ്യം പിറക്കാത്തോണ്ട് ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ ഇറങ്ങി വന്നത്. ഞാൻ കട്ടിലിൻ്റെ മണ്ടയ്ക്ക് കയറിയപ്പോൾ ഇത് അങ്ങോട്ടാണ് വന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി വെളിയിലോട്ട് ഇറങ്ങി. ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞായിരുന്നു, അതിലൊക്കെ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ പേടിച്ച് വെളിയിലോട്ട് ചാടി. ആ ചേട്ടൻ വന്നുകൊണ്ടാണ് ഈ കൊച്ചി രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഈ കൊച്ചിനെ എന്തേലും ചെയ്തേനെ. അത് ഈ ചേട്ടൻ വന്ന് ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ആ ചേട്ടന് നേരെ പത്തിയും വിടർത്തി വന്നു. അതെ, കരോട്ട ഒരു പറമ്പിലാണ് കിടക്കുന്നത്. ഞങ്ങൾ കണ്ട് അത് ഭയങ്കരനായ ഒരു പടമാണ് കിടക്കുന്നത്, പാമ്പിൻ്റെ പടമാണ് കിടക്കുന്നത്. അതിന് ഞങ്ങൾക്ക് കണ്ടിട്ട് ആ പാമ്പിനെ ഈ രാജവെമ്പാലയുടെ തന്നെയാണ് കിടക്കുന്നത്. ഏതായാലും ആ രാജവെമ്പാലയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായി തന്നെയാണ് ശ്രുതി രക്ഷപ്പെട്ടത്. അതിൻ്റെ ആശ്വാസത്തിലാണ്. ഏതായാലും ഈ മേഖലയിൽ പതിവായി ഇങ്ങനെ വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ഒക്കെ ശല്യമുണ്ട് എന്നാണ് പറയുന്നത്. സർപ്പ ടീം വന്ന് ഈ രാജവെമ്പാലയെ പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് ശ്രുതിയും കുടുംബാംഗങ്ങളും നാട്ടുകാരുമെല്ലാം. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, മുണ്ടക്കയം.